പത്തനംതിട്ട മണ്ഡലത്തിലെ വികസനത്തിൽ വ്യക്തമായ വീക്ഷണമുള്ളവരാണ് കന്നി വോട്ടർമാർ. കാണാം പ്രതികരണങ്ങൾ. പത്തനംതിട്ട കടമ്മനിട്ടയിലെ മൗണ്ട് സിയോൺ എഞ്ചിനീയറിംഗ് കോളേജിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം കുറേയധികം പുതിയ വോട്ടർമാരാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഇലക്ഷൻ കാലഘട്ടമാണ് അല്ലേ? എന്താണ് നിങ്ങൾക്ക് ഈ മണ്ഡലത്തെ കുറിച്ചുള്ള ഒരു പ്രതീക്ഷ? സ്റ്റാർട്ടപ്പുകളൊന്നും വളരെ ചെറുതായിട്ടൊക്കെ തുടരുന്നുണ്ട്. പ്രത്യേകിച്ച് യൂത്തിനെ ഇവിടെ നിർത്തുന്നില്ല. കാരണം പ്രത്യേകിച്ച് യൂത്ത് എന്നൊക്കെ പറഞ്ഞ യൂറോപ്യൻ കൺട്രിയിലോട്ട് ആൾക്കാർ മൈഗ്രേറ്റ് ആയി പോവുക. അപ്പൊ അവരെ എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചു നിർത്തുക, അതിനുള്ള ഡെവലപ്മെന്റ്സ് എങ്ങനെയെങ്കിലും തുടർന്ന് കൊണ്ടുവരിക എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്താണ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ നാടിനെ കുറിച്ച് ഒരു MPയെ ജയിപ്പിച്ചു വിട്ടാൽ? അതായത് ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പം ഇഷ്ടംപോലെ അപകടങ്ങൾ നടക്കുന്നു, അതായത് മണ്ണിടിച്ചിലൊക്കെ നടക്കുക. അപ്പൊ പെട്ടെന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി അല്ലെങ്കിൽ ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട് എയർലി വാർണിംഗ് സിസ്റ്റംസ് ഭയങ്കരമായിട്ട് ഡെവലപ്ഡ് ആണ്. ഏത് രീതിയിൽ ഡെവലപ്ഡ് ആണ്? ഈ ഒരു റീസെന്റ് ഉള്ള ഒരു സമയത്ത്, ഒരു മണ്ണിടിച്ചിലുണ്ടായ സമയത്ത് ആൾക്കാർക്ക് അവിടേക്ക് എത്തിപ്പെടാൻ പറ്റിയ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഒരു വഴിയോ ഇല്ല. മെയിൻലി നമ്മൾ ആൾക്കാരുടെ ലൈഫിനെ വേണ്ടി നോക്കുമ്പോഴത്തേക്കും നല്ല ബെറ്റർ ആയിട്ട് ഒരു എയർലി വാർണിംഗ് സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യുക. ഒരു പെട്ടെന്നൊരു അപകടം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യാനും അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് നമ്മളിവിടെ കൊണ്ടുവരാൻ ശ്രമിക്കാം. ഇവിടുന്ന് ഒരു MPയെ ഡൽഹിയിലേക്ക് അയക്കുമ്പോൾ നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? പ്രത്യേകിച്ച് നമ്മുടെ നാടിന്റെ വികസനം തന്നെയാണ് നമ്മൾ മുന്നോട്ട് നോക്കുന്നത്. ഇപ്പോൾ രാത്രി കാലങ്ങളിൽ പത്തനംതിട്ടയിൽ നിന്നൊരു 7 മണി 8 മണി കഴിയുമ്പോഴത്തേക്ക് വാഹന സൗകര്യങ്ങൾ വളരെ കുറവാണ്. പ്രത്യേകിച്ച് ടൗണിലോട്ടാണെങ്കിൽ പോലും, മെയിൻ റോഡുകളിലൊക്കെ ആണെങ്കിൽ പോലും. അപ്പോൾ എന്തായാലും റൂറൽ ഏരിയയിൽ അതിലും വളരെ താഴ്ന്ന രീതിയിലാണുള്ളത്. അപ്പോൾ അതെല്ലാം ഡെവലപ്പ് ചെയ്യുക. പിന്നെ ഞങ്ങൾ ഒരു MBA സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ആ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ പോകണമെങ്കിൽ അല്ലെങ്കിൽ ഇന്റേൺഷിപ്പിന് പോകണമെങ്കിൽ എറണാകുളം, കോട്ടയം അല്ലെങ്കിൽ തിരുവനന്തപുരം അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പോകേണ്ടി വരും. അപ്പോൾ നമ്മുടെ പത്തനംതിട്ടയിൽ തന്നെ ഇതിനുള്ള അവസരങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മറ്റ് ദൂരതാലങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന മെയിനായിട്ടുള്ള ആശയങ്ങൾ. എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ളത്? ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് MBA തിരഞ്ഞെടുത്ത് ഡൽഹിയിലോട്ട് വിടുന്നൊക്കെ പറയുന്നു. ഇന്നത്തെ ഈ രീതിയിൽ വെച്ച് നമ്മൾ ഈ ജില്ലയുടെ പോക്കനുസരിച്ചാണെങ്കിൽ നമുക്കിനി നാളെ നല്ലൊരു വ്യക്തിയെ, നല്ലൊരു യൂത്ത് കാണത്തില്ല നാളെ ഡൽഹിയിലോട്ട് പോകാൻ. കാരണം എല്ലാം പുറം രാജ്യങ്ങളാണ്. ആ പുറം രാജ്യങ്ങളിലോട്ട് പോകാൻ കാരണം നമ്മുടെ നാട്ടിൽ വേണ്ടത്ര ഫെസിലിറ്റീസ് ഒന്നും എഡ്യൂക്കേഷനിലാണെങ്കിലും അവരുടെ ജോബിലാണെങ്കിലും കിട്ടുന്നില്ല. ഇപ്പൊ ഞാനൊരു MBA സ്റ്റുഡന്റ് ആയതുകൊണ്ട് പറയാം, ഇവിടെ സ്റ്റാർട്ടപ്പ് തുടങ്ങാനാണെങ്കിൽ ഇപ്പൊ കുറേ കാര്യങ്ങൾ നമ്മൾ നോക്കണം. പക്ഷേ ആ വേണ്ട കാര്യങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ ഇപ്പൊ കിട്ടുന്നില്ല. അപ്പൊ എന്താ, ഞാൻ വേറെ രാജ്യത്തോട്ട് നീ മൈഗ്രേറ്റ് ചെയ്യും, അല്ലെ വേറെ ജില്ലകളിലോട്ട് മാറും. എനിക്ക് വേണ്ട കാര്യം എവിടോട്ടാണ് കിട്ടുന്നത് ഞാൻ അങ്ങോട്ടേ പോകത്തുള്ളൂ. നമ്മുടെ നാട്ടിൽ കിട്ടുന്നില്ല, അതിനുള്ളൊരു അവസരം നമുക്ക് കിട്ടുന്നില്ല. അപ്പം നല്ലൊരാൾക്കാർ നമ്മുടെ കൂടെ വേണം. അതേപോലെ തന്നെ നല്ലൊരു മണ്ഡലത്തിൽ നിന്ന് നല്ലൊരു ആളെയാണ് നമ്മൾ വിടേണ്ടത്. അങ്ങനെ വിടണമെങ്കിൽ നമ്മുടെ സ്ഥലത്ത് അതിന് വേണ്ട ഫെസിലിറ്റീസും എല്ലാം വേണം. എന്നാലേ രാജ്യത്തിന്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് വരുത്തുള്ളൂ. ഇപ്പൊ ഇലക്ഷൻ സമയത്ത് മാത്രം വന്നു പോകുന്ന ഒരു രീതിയാണ് എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഉള്ളത്. അപ്പൊ അങ്ങനെ മാത്രമല്ല, ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞിട്ടാണേലും വന്നിട്ട് ഇവിടെ എന്താ നടക്കുന്നത്, കറക്റ്റ് ആയിട്ട് വികസനങ്ങൾ നടക്കുന്നത്. ഇപ്പൊ ഇവിടുത്തെ ജലസ്രോതസ്സുകളൊക്കെ, ഇപ്പം ചെറിയ കനാലുകളാണെങ്കിലും എല്ലാം ഫുൾ വേസ്റ്റുകളാണ് മൊത്തം. അപ്പൊ അതൊന്ന് ക്ലീൻ ചെയ്യുകയും, പിന്നെ ഞാനിപ്പോ ഒരു CS വിദ്യാർത്ഥി, അപ്പം എനിക്കാണെങ്കിലും ഇപ്പൊ ഇവരെല്ലാം പറഞ്ഞ പോലെ പോവാണെങ്കിൽ ജോലിക്കൊക്കെ നോക്കണമെങ്കിൽ എറണാകുളത്തോ അല്ലെങ്കിൽ ബാംഗ്ലൂർ അങ്ങനെ പോകണം. ഇവിടെ ഒരു നല്ലൊരു കമ്പനിയൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ ഫാമിലി ആയിട്ട് ഇവിടെ വീട്ടിൽ തന്നെ നിന്ന് പോയി വന്നുള്ള രീതിയിൽ നിൽക്കാം. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും ഇപ്പം ഇങ്ങോട്ട് വരുന്ന ട്രാൻസ്പോർട്ടേഷൻ, ഞങ്ങളുടെ കോളേജിലോട്ടാണെങ്കിലും ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ ഇല്ല. ഇപ്പോൾ ഉള്ളതാണെങ്കിലും 1 or 2 എണ്ണമാണ്. നമുക്ക് പെട്ടെന്ന് പോയി വരാനും ഒന്നും ഇവിടെ നാട്ടുകാർക്കൊന്നും നോക്കത്തില്ല. അപ്പോൾ മെയിനായിട്ട് വേണ്ടത് ട്രാൻസ്പോർട്ടേഷൻ ആണ്. അത് നല്ല രീതിയിൽ റോഡുകളും മൊത്തം കുണ്ടും കുഴിയല്ല. ഇപ്പം എന്നാലും അവർ ശ്രമിക്കുന്നുണ്ട് മാറ്റാനൊക്കെ, എന്നാലും പല ഏരിയാസിലും അവർ കവർ ചെയ്യുന്നില്ല. ട്രാൻസ്പോർട്ടേഷനും പിന്നെ ഞങ്ങളുടെ ഇവിടുത്തെ ജോലിക്കാരും. നമ്മുടെ നാട്ടിൽ വെച്ചാൽ ഇപ്പോൾ വ്യവസായങ്ങൾ സംരംഭങ്ങൾ ഒന്നും തുടങ്ങുന്നില്ല. അതുകൊണ്ട് ഇപ്പൊ ഞാനിപ്പോ ഒരു MBA കഴിഞ്ഞിട്ട്